God who sees ministries. கர்த்தர் நியாயத்தை விரும்புகிறவர், அவர் தமது பரிசுத்தவான்களை கைவிடுவதில்லை. சங்கீதம் 37:28. For the Lord loveth judgment, and forsaketh not his saints. Psalms 37:28. கிறிஸ்துவுக்குள் பிரியமானவர்களே, ஆண்டவரும் இரட்சகரும் ஆகிய இயேசு கிறிஸ்துவின் நாமத்தினாலே God who sees ministry சார்பாக வாழ்த்துதலையும் நன்றியையும் தெரிவித்துக் கொள்கிறேன். இந்த 9வது மாதத்தில் தேவனாகிய கர்த்தருடைய கிருபையும் சமாதானமும் ஒவ்வொரு குடும்பங்களையும் வழிநடத்தட்டும். இதுவரைக்கும் தேவனாகிய கர்த்தர் நமக்கு தந்த எல்லா வாக்குத்தத்தங்களையும் நிறைவேற்றி கொண்டிருக்கிறார். குறிப்பாக இந்த மாதத்திலே தேவனாகிய கர்த்தர் எல்லா நெருக்கங்களையும் நீக்கி நம்மோடு கூட இருந்து வழி நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனுடைய கட்டளைகளுக்கு கீழ்ப்படிந்து அவருடைய வாக்குத்தத்தங்களை பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் யோசுவாவோடு இருந்தது போல நம் அனைவரோடும் கூட இருப்பாராக. பலங்கொண்டு திடமனதாயிரி, நீ போகும் இடமெல்லாம் உன் தேவனாகிய கர்த்தர் உன்னோடு கூட இருக்கிறார் என்ற வார்த்தையின்படி கர்த்தர் தாமே நம்மையும் நம் குடும்பங்களையும் பாதுகாப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ ദൈവം കൃപ നൽകി. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ തോമസ് അവറുകളെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ടീമംഗങ്ങളെയും എല്ലാം ദൈവം ഇന്ന് ധാരാളമായി മാനിച്ച് അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിലെ ദൈവവചന ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്രയേൽ ജനങ്ങളെ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിപ്പാനായി മോശ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവർ എപ്പോഴും കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തെ, അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളെയും അവർ എപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തോട് കൂടെ മത്സരിക്കുക, ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സ്തോത്രം അവരുടെ പാപമായി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് ദൈവജനം പറയുന്നത് അവർ ദുശാഠ്യമുള്ള ജനം എന്നാണ് ദൈവം അവരെ വിളിക്കുന്നത്. ദുശാഠ്യമുള്ള ജനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിക്കുന്ന ജനം എങ്ങനെ ആയിരിക്കണം എന്നു ദൈവം ഈ അധ്യായത്തിലൂടെ അവരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 8-1 തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു: നിങ്ങൾ ജീവിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും
നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ, തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളെയൊക്കെ നീ ഓർക്കണം. ഏതാണ്ട് 40ഓളം വർഷമായി ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഈ 40 വർഷവും ഇവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മോശ മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് മോശയുടെ നേതൃത്വം, മോശ മുഖാന്തരം ദൈവം കൊടുത്ത ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളെയും ചട്ടങ്ങളെയും വിധികളെയും കുറിച്ച് പറയുക, അവരെ വഴി നടത്തിയ അനുഭവങ്ങളെ അവർക്ക് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി കൊടുക്കുക, ഓർമ്മിപ്പിക്കുക, വീണ്ടും അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം ഇതാണ്: ഞാൻ നിങ്ങൾക്ക് നൽകി തന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. അവ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ മാറരുത്. നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കേണ്ടതിന് ഈ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണം. അല്ലാത്ത പക്ഷം ദേശം നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടെ മോശയുടെ വാക്കുകളിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായ വിഷയം അവന്റെ ആഹാരമാണ്. സ്തോത്രം. അവന്റെ വിശപ്പ്, ആ വിശപ്പ് പ്രധാന പ്രശ്നമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദാഹം പ്രധാന പ്രശ്നമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ എന്ത് പ്രശ്നവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 2 മാസത്തോളം ആകുന്നു. ആ 2 മാസമായിട്ട് കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിനിടയ്ക്ക് തന്നെ ദൈവം അവരെ ഇക്കര കടത്തി വാഗ്ദേശത്ത് പ്രവേശിച്ചു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്താ സംഭവിച്ചത്? മോശയോട് ജനങ്ങൾ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ അവസാനത്തെ ആ ഖണ്ഡികയിൽ നമുക്ക് കാണുന്നത് ഇപ്രകാരമാണ്: അവർക്ക് വെള്ളം ഇല്ല, അവർക്ക് ദാഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വെള്ളമില്ല, അവർക്ക് ദാഹം വന്നു, അവർ ദൈവത്തോട് പിറുപിറുത്തു. അപ്പോൾ അവിടെ അവർ മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവർക്ക് വെള്ളം അവർക്ക് ദൈവം കൊടുത്തു. ആ വെള്ളം കയ്പുള്ളതായിരുന്നു. എന്നാൽ ആ കയ്പുള്ള വെള്ളത്തെ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. മോശ കാണിച്ചു കൊടുത്ത വൃക്ഷത്തിന്റെ കൊമ്പുകൾ അതിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വെള്ളം മധുരമുള്ളതായി തീർന്നു. സ്തോത്രം. അവിടെ വെച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ദൈവം ഞാനാണ്. നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞാനാണ്. അവിടെ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അത് മിസ്രൈമിനായി എതിരെ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ വഴി നടത്തുവാൻ, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ അത് നിലനിർത്തി തരുവാൻ കഴിയുന്ന ദൈവം ഞാനാണ് എന്ന് ദൈവം ഇവിടെ ഉറപ്പിച്ച് പറയുന്ന വേദഭാഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം, ശാരീരിക ആവശ്യം, വെള്ളത്തിന്റെ ആവശ്യം, അത് ഞാൻ നിങ്ങൾക്ക് പരിഹരിച്ചു തരും. അവരുടെ ദൈവം അവിടെ മാറായുണ്ട്. വെള്ളം മോശമാണ്, മരുഭൂമിയാണ്, വെള്ളമില്ലാത്ത സ്ഥലമാണ് എന്ന് കരുതി അവരെ വഴി മാറ്റി അവരെ യാത്ര ചെയ്യിപ്പിക്കുകയല്ല ചെയ്തത്. അവരെ ഈ 40 വർഷവും ഈ മരുഭൂമിയിൽ കൂടെ തന്നെ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? വാഗ്ദത്ത ദേശത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവരവിടെ എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം അവരെ പഠിപ്പിക്കുന്ന വിധമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അടുത്ത അധ്യായത്തിലേക്ക് ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവർ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അവർ ദൈവത്തോട് വീണ്ടും ആഹാരത്തിന് വേണ്ടി 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആഹാരത്തിന് വേണ്ടി അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ പറയുന്നു, ഞങ്ങൾ മിസ്രൈമിൽ ഇറച്ചിക്കലത്തിന് ചുറ്റിലും ഇരുന്നു, ഞങ്ങൾ വേണ്ടുവോളം തിന്നു, ഭക്ഷിച്ചു, ഞങ്ങൾ തൃപ്തി വരുവോളം തിന്നു എന്ന് അവർ മോശയോട് ഫോഷ്ക പറയുകയാണ്. അവർ എത്രമാത്രം കഷ്ടതയിലാണ് അവിടെ ആയിരുന്നത് നമുക്കറിയാം. ദൈവത്തിന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അവിടെ വസിച്ച കാലമൊക്കെയും ഊഴി വിചാരകന്മാർ നിമിത്തം അവർ കഷ്ടപ്പെട്ടു. അവരെ ദൈവം വിടുവിപ്പാനായി മോശ അയച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ ഇരട്ടിയായിട്ട് കഷ്ടപ്പെടുത്തി. അവർ കഷ്ടപ്പാടിന്റെ അപ്പമാണ് അവരവിടെ ഭക്ഷിച്ചത്. ഒന്നും സമൃദ്ധമായിരുന്നില്ലെന്നുള്ളത് അറിയാം. എന്നാൽ മോശയോട് പിറുപിറുക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ അവിടെ തിന്ന് തൃപ്തരായി എന്ന് ദൈവസന്നിധിയിൽ ഫോഷ്ക പറയുന്ന ഇസ്രായേൽ ജനങ്ങളെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ വിശപ്പിന്റെ ഭാഗം. സ്തോത്രം. എന്താ നമ്മളിവിടെ വായിച്ചത്? എന്താ വായിച്ചിരിക്കുന്നത്? 3-ാം വാക്യം, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു, നിന്നെ ഗ്രഹിപ്പിക്കുകയും കേട്ടതിന് നിന്റെ പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചു. ഈ തലമുറയെ
ദൈവം ഒരിക്കലും അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ കൊടുക്കാത്ത മന്ന കൊണ്ട് പോഷിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്തു. ദൈവമാണ് വിശപ്പും ദാഹവും ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയുകയാണ്, ഞാൻ നിനക്ക് വിശപ്പ് തന്നു. എന്തിനു വേണ്ടിയാണ്? നിന്നെ താഴ്ത്തി പരീക്ഷിക്കുവാൻ, നിന്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് എനിക്കറിയുവാൻ, നീ എന്നിൽ ആശ്രയിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയുവാൻ ഞാൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ചു. നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്നെ ഞാൻ താഴ്ത്തി പരീക്ഷിച്ചു. നിനക്ക് വിശപ്പ് ഞാൻ വരുത്തി. പ്രൈസ് ദി ലോർഡ്. നിനക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ട് പിതാക്കന്മാർക്ക് പോലും കൊടുക്കാത്ത ആഹാരം തരുവാൻ കഴിയുന്നവനാണെന്ന് ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാകുന്നത്? മനുഷ്യന്റെ ഏതടിസ്ഥാന പ്രശ്നം, വിശപ്പ്, ദാഹം, രോഗം, സ്തോത്രം, ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിപ്പാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 15:25-26 നമ്മൾ കാണുന്നു എന്താണ്? ഞാൻ മിസ്രയീമിൽക്ക് വരുത്തിയ ഒരു ബാധയും നിങ്ങൾക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവരെ പലരെയും ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ വെള്ളം, അവർക്ക് അത്ഭുതകരമായി വെള്ളം കൊടുത്തു. അവർക്ക് മന്ന സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വലിയ അത്ഭുതങ്ങൾ അവരുടെ അടുത്ത് ചെയ്തു. എന്തിനാ? മന്ന കൊണ്ട് ഞാൻ പോഷിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. എങ്ങനെ മന്ന പ്രാപിച്ചു? അവര് പൂർണ്ണമായും ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണ് അവർക്ക് മന്ന വന്നത്. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണ് അവർ കാടപ്പക്ഷിയെ വന്നത്. അവർ പെറുക്കാൻ അവർക്ക് നിയമം കൊടുത്തു. അവർ പെറുക്കിയ സമയം നമുക്കറിയാം. അവർ മന്ന പെറുക്കിയ സമയം എത്രമാത്രം പെറുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 6-ാം ദിവസം എന്ന് അവർ പെറുക്കിയതിന് ഇരട്ടി പെറുക്കാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അളന്നു വന്നപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അപ്പം കൊണ്ട് മാത്രം തിന്ന് ജീവിക്കുവാനല്ല അവനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പം കൊണ്ട് ജീവിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. മറിച്ച് എന്താണ്? സ്തോത്രം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം അവനെ പഠിപ്പിച്ച നിമിഷമാണ് ഇത്. കാരണം ദൈവത്തിന്റെ വായിലെ വാക്കുകളാലാണ് മന്ന വന്നത്. ദൈവത്തിന്റെ വായിലെ വാക്കുകളാലാണ് അവർ കാടപ്പക്ഷിയെ കിട്ടിയത്. ദൈവത്തിന്റെ വായിലെ വാക്കുകളാലാണ് സ്തോത്രം അവർക്ക് പ്രൈസ് ദി ലോർഡ് വെള്ളം, കയ്പുള്ള വെള്ളം, മാറയായിരുന്ന സാഹചര്യത്തിൽ ഇതുവരെ മധുരമുള്ളതാക്കി തീർത്തത്. ദൈവത്തിന് സ്തോത്രം. ഇത് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കണം. ഏത് കാര്യത്തിലും വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ജനം അവര് ഹല്ലേലൂയ, അവര് വചനം അനുസരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കണം. അല്ലാതെ അവരുടെ ഇഷ്ടത്തിനൊരു ജീവിതം നയിച്ച് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ ദേശത്ത് അവർ പാർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവര് തങ്ങളെ തന്നെ താഴ്ത്തി അവര് കഷ്ടതയിലൂടെ കടന്നു പോകണം. അതിനുവേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്. ദൈവം അവരെ കഷ്ടതയിലൂടെ കടത്തിവിട്ടു. ഇതിന്റെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, ദൈവമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് കഷ്ടത കൊടുക്കുവാൻ ദൈവം ഇടയായിരുന്നു. ദൈവം അവരെ പോഷിപ്പിക്കുന്നു. വിശപ്പെന്ന കഷ്ടത വന്നപ്പോൾ ആരാണ് അവരെ പോഷിപ്പിച്ചത്? ദൈവം അവരെ പോഷിപ്പിക്കുന്നു എന്ന് അവർക്ക് വിശ്വസിക്കുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വെളിപ്പെടുവാൻ ഇടയായി. ഗോഡ് ഫീഡ് ദം. ദൈവം അവരെ ഫീഡ് ചെയ്തു. ദൈവം അവർക്ക് മന്ന കൊടുത്തു. ദൈവത്തിന്റെ ശക്തി അവർക്ക് വെളിപ്പെടുവാൻ ഇടയായി. ദൈവം അവരെ ഫീഡ് ചെയ്തു. അവർക്ക് ആഹാരം കൊടുത്തു, മന്ന കൊടുത്തു, വെള്ളം കൊടുത്തു. ശാരീരിക ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ഇന്നും മതിയായവനാണ്. നമ്മുടെ ദൈവം ഇന്നും നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ, രോഗമാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിപ്പാൻ ദൈവം വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഭാഗമാണ് നമുക്കിവിടെ വായിപ്പാൻ ഇടയായത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മൾ കാണുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. അവൻ ഗ്രഹിക്കണം. എന്തിന്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് അവൻ ഗ്രഹിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ വചനങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരുടെ ശാരീരിക ആവശ്യങ്ങളുടെ മേൽ, സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ,
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ, എന്ത് ആവശ്യത്തിന്റെ മേലും ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും ഈ അധ്യായത്തിന് താഴോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം. അവരുടെ അധ്വാനമോ അവരുടെ കൈപ്രവൃത്തികളോ അല്ലെങ്കിൽ അവരുടെ പരിശ്രമങ്ങളോ ഒന്നുമല്ല അവരെ നടത്തിയത് എന്നവർ ബോധ്യപ്പെടണം. പ്രൈസ്, അവർ ഒരിക്കലും അവരുടെ വാ കൊണ്ട് പറയരുത്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ടാണ് ഇത് സമ്പാദിച്ചത്, എൻ്റെ കൈ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് പറയരുത്. 19-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ വചനം കേൾക്കാതെ അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയാൽ നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ ഇവിടെ നമുക്കുള്ള വാഗ്ദത്തം എന്താണ്? നമ്മുടെ വാഗ്ദത്തം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. ഒരിക്കലും താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് വായിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 8-ാം അധ്യായം വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായി തീരണം, അവരെ ദൈവം അഭ്യസിപ്പിക്കുന്ന വചനങ്ങളാണിത്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ് നമ്മളും ഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ മേൽ പരീക്ഷ നേരിട്ടപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? പിശാചിനോട് യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. പിശാച് ആഹാരത്തെ കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കാൻ കഴിയും. അവന്റെ വിശപ്പിൽ നിന്നുകൊണ്ട് അവനോട് പറയാനിടയായി. യേശു ക്രിസ്തു അവനെ ശാസിച്ചിട്ട് പറഞ്ഞു, എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പാഠം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കണം, അത് ഗ്രഹിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മീയജീവിതം നയിപ്പാൻ കഴിയുകയുള്ളൂ. സാത്താൻ അതിന്റെ മുഴുവനത്തോടെ നമ്മെ പരീക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ അവൻ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിപ്പാൻ ഇടയായി തീരണം. മനുഷ്യന് ദൈവം പരീക്ഷിക്കുന്നു, അവനെ താഴ്ത്തും, അവനെ ഗ്രഹിപ്പിക്കുകയാണ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ മുമ്പിൽ അനവധി പ്രോമിസസ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അനവധി വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെ തക്ക സമയത്ത് നമ്മൾ മറന്നു കളയാതെ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനമാണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു പകൽക്കാലം നമുക്കായിരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താ വിശ്വസിക്കുന്നത്? ദൈവം അരുളി ചെയ്ത വചനത്തെ വിശ്വസിക്കുന്നു. ദൈവത്തെ അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവന്റെ വചനത്തെ വിശ്വസിക്കുക, അവന്റെ അരുളി ചെയ്ത വചനത്തിൽ വിശ്വസിക്കുക. ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മൾ ഗ്രഹിക്കുക, മനുഷ്യൻ ഈ ലോകത്തിലുള്ള ശാരീരിക ആവശ്യങ്ങളെല്ലാം നടത്തി തരുവാൻ ദൈവം മതിയായത്. അതുകൊണ്ട് ആഹാരത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചാൽ അത് നശിച്ചു പോകും. നമ്മൾ നശിച്ചു പോകും. ആഹാരം, പ്രൈസ് ദി ലോർഡ്, അത് നശിച്ചു പോകുന്നതാണ്. നമുക്ക് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചു, വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങും. വീണ്ടും നമ്മൾ ഇന്ന് വൈകുന്നേരം ആഹാരം കഴിച്ചു, നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും. അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം, നിലനിൽക്കുന്ന വചനം, നിത്യമായ വചനം, ആ വചനങ്ങളാൽ നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. അവൻ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിവർത്തിപ്പാൻ മതിയായവനാണ്. നമുക്ക് വചനത്തിൽ ബലപ്പെടുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ്. അവൻ നമ്മുടെ ശരീരത്തെ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശാരീരിക സ്വസ്ഥയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ വചനത്താൽ തന്നെ ഞാൻ സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ മുമ്പിലുള്ള അനവധി ആവശ്യങ്ങൾ നടത്തി തരുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നടത്തി തരുവാൻ ഇടയായി തീരട്ടെ. ആത്മീയ ആവശ്യങ്ങൾ നടത്തി തരുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയെ താഴ്ത്തി സമർപ്പിച്ച് ഏൽപ്പിച്ചു തരികയാണ്. അതായത് ഇന്ന് പകൽക്കാലം അടിയൻ ശാരീരികമായി ബലഹീന ആയിരിക്കുമ്പോൾ ഈ മെസ്സേജ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവമേ, ഇത് കേൾവിക്കാരുടെ ഇടയിൽ ദൈവമേ വലിയ ചലനങ്ങളെ സൃഷ്ടിപ്പാൻ ഇടയാക്കി തീർക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് ജീവിപ്പാനല്ല, മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഭക്ഷിച്ച് അത് അയവിറക്കി അത് ഓർത്ത് മെമ്മറൈസ് ചെയ്ത് അത് ഞങ്ങളുടെ വാഗ്ദത്ത വചനമായി ഞങ്ങൾ വിശ്വസിച്ച് അതിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്.
നാഥ, ഞങ്ങളെ ഓരോരുത്തരെ സൗഖ്യമാക്കുകയും ഓരോരുത്തരെ വിടുവിക്കുകയും ആവശ്യങ്ങളുടെ മേൽ കൂടിയിരിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ വചനമയച്ച് അവരെ അതിനാൽ പോഷിപ്പിച്ച് അവർ ആത്മീയജീവിതം നയിപ്പാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയ ദൈവം, ഹല്ലേലൂയ, നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ഈ ലോകത്തിൽ അനവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു കർത്താവേ. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ കഷ്ടത ഞങ്ങളുടെ തീരും, ഞങ്ങൾ നിത്യതയിൽ പ്രവേശിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് വാഗ്ദേശത്ത് പ്രവേശിപ്പാൻ നമുക്ക് കൽപ്പന പോലെ അവരെ താഴ്ത്തിയതുപോലെ ഞങ്ങളും ഈ നാളുകളിൽ താഴ്മയോടെ ജീവിപ്പാൻ, അങ്ങനെ ആശ്രയം ജീവിപ്പാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിന് അവസരം തന്ന തോമസ് സാറിനെയും തന്റെ കുടുംബത്തെയും ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ വിരമിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേറിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി, പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ,
ഇരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം. വീണ്ടുമെന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ